നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭയക്കേണ്ട, മുഖ്യമന്ത്രി പറഞ്ഞ പക്ഷി അപകടകാരിയല്ല. അവ വരുന്നത് യൂറോപ്പിൽ ശൈത്യമായതിനാലും അവിടുത്തെ മൈനസ് കാലാവസ്ഥയിൽ നിന്നും മഞ്ഞുവീഴ്ചയിൽ നിന്നും രക്ഷപ്പെടാനുമാണ്. യൂറോപ്പിലെ ശൈത്യം കഴിയുമ്പോൾ അത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. റോസി പ്ലാസ്റ്റർ അഥവാ റോസ് മൈന എന്ന പക്ഷി കേരളത്തിലേക്ക് എത്തുന്നത് ഭയക്കേണ്ട കാര്യമില്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. മരുഭൂമികളിൽ കാണുന്ന ദേശാടന പക്ഷികൾ കേരളത്തിലെത്തുന്നത് വലിയ അപകട മുന്നറിയിപ്പാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഭയക്കാനില്ലെന്നാണ് പക്ഷി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ആലിലും പരിസരത്തും ഇവ കൂട്ടമായി ചേക്കേറുന്നത് കാണാം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപവും ഇവയുടെ വലിയ സാന്നിധ്യമുണ്ട്. കേരളത്തിലെമ്പാടും ഏറിയും കുറഞ്ഞും ഇവയുണ്ട്. വൻതോതിൽ വരാൻ തുടങ്ങിയിട്ട് 5 വർഷമേ ആയുള്ളൂവെന്ന് കോട്ടയം നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീകുമാർ പറഞ്ഞു. അവയുടെ വരവ് എന്തിനു ഭയക്കണമെന്നും മുടക്കണമെന്നും ചോദിക്കുന്നവരും ഉണ്ട്. യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശൈത്യകാലം തുടങ്ങുമ്പോഴാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. ആകാശത്ത് സർക്കസുകൾ കാട്ടിക്കൊണ്ടുള്ള ഇവയുടെ പറക്കൽ കൗതുകം തരുന്ന കാഴ്ച തന്നെയാണ്. ഒരു കൂട്ടത്തിൽ ആയിരക്കണക്കിന് പക്ഷികളുണ്ടാവും. സ്റ്റാർലിംഗ് കുടുംബത്തിൽപ്പെട്ട പക്ഷിയുടെ ശാസ്ത്രനാമം പ്ലാസ്റ്റർ റോസേസ് എന്നാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായാണ് മലയാളക്കരയിലേക്കുള്ള ഇവയുടെ ദേശാടനം. വെട്ടുകിളികൾ, പുഴുക്കൾ എന്നിവയാണ് പ്രധാന തീറ്റ. മറ്റു തീറ്റകളും തിന്നും. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അഴുകുന്ന മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതും ഇവയെ ഇവിടേക്ക് ആകർഷിക്കാൻ കാരണമാകുന്നുവെന്ന് കരുതുന്നുണ്ട്. മാലിന്യത്തിലുണ്ടാകുന്ന പുഴുക്കളും മറ്റും വൻതോതിൽ തിന്നു തീർത്ത് നാട് വൃത്തിയാക്കുന്നുമുണ്ട്. 2 കാര്യങ്ങൾക്കായാണ് ഭൂരിഭാഗം ദേശാടന പക്ഷികളുടെയും ദേശാടനങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ഒന്ന്. തീറ്റ തേടിയാണ് മറ്റൊന്ന്. ഇവയുടേത് ഇതിന് രണ്ടിനും വേണ്ടിയുള്ളതാണ്. ഇവയുടെ വരവ് ഇതിന് രണ്ടിനും വേണ്ടിയുള്ളതാണ്. ഇവയുടെ തലയ്ക്കും ചിറകിനും കറുത്ത നിറമാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം റോസ് നിറവും. അങ്ങനെയാണ് റോസി പ്ലാസ്റ്റർ എന്ന പേര് വീണത്. ഇവിടെ കാണുന്നവ അത്ര നിറമുള്ളവയല്ല. തണുപ്പിൽ നിന്ന് ഇവിടുത്തെ ചൂടിലേക്ക് എത്തുമ്പോൾ ഇവയുടെ സൗന്ദര്യം പാതി ചോർന്നു പോകുന്നു. മാർച്ചിലാണ് മടക്കയാത്ര. ഇവിടുത്തെ തീറ്റയെല്ലാം തിന്ന് ജന്മദേശത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും പക്ഷികൾ സുന്ദരികളും സുന്ദരന്മാരുമാകും. പിന്നെ ഇണചേരലിന്റെ നാളുകൾ. മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എല്ലാം സ്വദേശത്ത് തന്നെ.